പേഷ്യന്റിന് തീരെ നടക്കാൻ പറ്റുന്നില്ല, സ്റ്റേഴ്സ് കയറാൻ പറ്റുന്നില്ല, റൂട്ടീൻ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും സിഗ്നിഫിക്കന്റ് ആർത്രൈറ്റിസ് കേസസിലൊക്കെ വി വിൽ ഡെഫിനറ്റ്ലി അഡ്വൈസ് സർജറി. പലപ്പോഴും പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട്, മേ ബി പേഷ്യൻസിന് ഒരു നല്ല സിവിയർ ആയിട്ടുള്ള മുട്ട് തേയ്മാനത്തിന് റിലേറ്റഡ് ഉള്ള ഇഷ്യൂസ് ഉണ്ട്, മേ ബി ഒരു സ്റ്റേജ് 4 ആർത്രൈറ്റിസ് ഒക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കും. പേഷ്യന്റിന് ഒബ്വിയസ് കാണാൻ പുറമെ ഡിഫോമിറ്റി ഉണ്ട്, പേഷ്യന്റ് നടക്കാനൊക്കെ ഡിസ്കംഫേർട്ട് ഉണ്ട്. അങ്ങനെയുള്ള കേസസിൽ അവർ ചോദിക്കുകയാണ് വേറെ ഇതര ചികിത്സാ രീതി എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റിന് എല്ലാ രീതിയിലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതായത് വേറെ ഒന്നും ചെയ്തിട്ട് കാര്യം ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ അഡ്വൈസ് സർജറി. ഇപ്പോൾ ഒരു ഏർലി കേസ് വരികയാണ്, അപ്പോൾ പേഷ്യന്റ് ചോദിക്കുകയാണ് ഞാനിപ്പോൾ ഈ ഇന്ന ചികിത്സാ രീതിക്ക് പോയിക്കോട്ടെ. ഇപ്പം ഞാൻ പറയാണ് ഇപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ അല്ല, ബട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ഇപ്പോൾ ഈ ചികിത്സാ രീതി ആണെങ്കിൽ ദാറ്റ് ഡസൻറ്റ് ഡു എനി ഹാം. അപ്പോൾ എനിക്ക് അവരുടെ എക്സാക്ട് ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ എക്സാക്ട് എനിക്ക് അറിവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ചികിത്സാ രീതികൾ എടുക്കുന്നതിൽ തെറ്റില്ല, ദാറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് പേഷ്യന്റിന് തീരെ നടക്കാൻ പറ്റുന്നില്ല, സ്റ്റേഴ്സ് കയറാൻ പറ്റുന്നില്ല, റൂട്ടീൻ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും സിഗ്നിഫിക്കന്റ് ആർത്രൈറ്റിസ് കേസസിലൊക്കെ വി വിൽ ഡെഫിനറ്റ്ലി അഡ്വൈസ് സർജറി.